ഹായ്, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരമുണ്ട് കേട്ടോ. ഞാൻ സുധീർക്കത്. ഒരു മിഷൻ സക്സസ് എന്ന് നമ്മൾ പറയണമെങ്കിൽ ആ മിഷൻ ഒന്നുമല്ലെങ്കിൽ നമ്മൾ വിജയിക്കണം, അതുമല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്ത ആ ഒരു കാര്യം അതിൻ്റെ നല്ലൊരു ഭാഗത്തിൽ നമ്മൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ പറയുന്ന ഒരു മിഷൻ സക്സസ് എന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന മിഷൻ എന്ന് പറഞ്ഞാൽ ഈ 2-3 ആൾ ദൈവങ്ങൾ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ പൊട്ടി മുളച്ചു വന്നിട്ടുണ്ട്. പൊട്ടി മുളയ്ക്കുക എന്ന് പറയുന്നത് സാധാരണ രീതിയിലൊരു പൊട്ടി മുളയ്ക്കലല്ല. ഹിപ്നോസിസും അതുപോലെ തന്നെ മെസ്മറിസവും മനുഷ്യൻ്റെ മനസ്സിൻ്റെ മാനസികമായ അല്ലെങ്കിൽ അതിൻ്റെ വോൾനറബിലിറ്റീസ്, അവരുടെ ദൗർബല്യങ്ങളെ, മനസ്സിൻ്റെ ദൗർബല്യങ്ങൾ, വൈകല്യങ്ങളെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ദൗർബല്യങ്ങളെ അതിനെ മുതലെടുത്തുകൊണ്ട് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കണമെന്നും അതിലൂടെ കുറേ പൈസ ഉണ്ടാക്കണമെന്നും അങ്ങനെ ഈ സമൂഹത്തെയും കുറേ ജനങ്ങളെയൊക്കെ അങ്ങ് ദൈവത്തിലോട്ട് എത്തിക്കണമെന്നും വിചാരിച്ച് ഇറങ്ങിയ കുറച്ചാളുകൾ. അപ്പം ഞാനതിലിങ്ങനെ പൊളിക്കാൻ തുടങ്ങിയപ്പം ഇന്ന് കിട്ടിയ ന്യൂസ് സൂപ്പറാണ്. എന്താണെന്നറിയാമോ? അതിൽ നമ്മളിപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്ന മിറാക്കിൾ മിഷൻ ട്രാവൽ, അതായത് SM എന്ന് പറയുന്ന ഒരു വ്യക്തി നടക്കുന്ന ആ ഒരു പരിപാടി അതിന് തൊട്ട് പ്രൈവറ്റ് ആക്കാൻ പോവുകയാണെന്ന്. എന്താ ഇപ്പോൾ നമ്മൾ ചെയ്യുക? പ്രൈവറ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഗൂഗിൾ ഫോം ഉണ്ടാവും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോഴും അവർ പ്രൈവറ്റ് മീറ്റിംഗാണ് നടത്തുന്നത്, അത് വേറെ വശം. സൂമിലാണ് നടത്തുന്നത്, അവരിങ്ങനെ വാട്സപ്പിൽ ലിങ്ക് ഇടും, അല്ലാതെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇനി ഒരു ഗൂഗിൾ ഫോമൊക്കെ തരും, അതിൽ നിങ്ങളുടെ ആധാർ കാർഡും ID ഒക്കെ ചോദിക്കുമായിരിക്കും. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കളർ ഫോട്ടോ, പിന്നെ നിങ്ങളുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടുന്നത് കേട്ടോ. കാരണം ദൈവത്തിലേക്ക് എൻട്രി ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ കമ്പൽസറിയാണ്. മാത്രമല്ല ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായതുകൊണ്ടേ എന്നെപ്പോലെയൊക്കെ ഏതെങ്കിലും വേട്ടാവളിയന്മാർ വന്നിട്ട് ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെകയും, കീറി മുറിക്കും, എന്നിട്ട് ചോദ്യം ചോദിച്ചാൽ പണിവാളിയില്ലേ? ചോദ്യം ചോദിച്ചാൽ പണിവാളി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിലേക്കുള്ള വഴി അപ്പം തന്നെ. ചോദ്യം ചോദിച്ചാൽ യുക്തി വെച്ചിട്ടാണല്ലോ. ഈ ചോദ്യം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് അതൊരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ ബുദ്ധിയും യുക്തിയും ഒക്കെ ചേരുമ്പോൾ, ലോജിക്കും ഒക്കെ ചേരുമ്പം ഉണ്ടാകുന്നൊരു സാധനം ഈ ചോദ്യം വന്നാൽ ദൈവത്തിന് അപ്പം ഇഷ്ടപ്പെടത്തില്ല. അപ്പം തന്നെ ദൈവം പറയും, അവൻ ചോദ്യം ചോദിക്കുന്നില്ല, അവന് ഈഗോ ആണ്, അവനെ അങ്ങോട്ട് പുറത്തേക്ക് മാറ്റി നിർത്തും, അവനെ സൈഡിലേക്ക് മാറ്റി നിർത്തും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പരിപാടി അങ്ങോട്ട് മാറ്റി, നമ്മൾ ഇനി തൊട്ട് ഈ 14 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിറാക്കിൾ മിഷൻ ട്രാവൽ എന്ന് പറയുന്ന ഈ പരിപാടിയിൽ നിങ്ങൾക്ക് രാത്രിയും പകലും പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ID പ്രൂഫൊക്കെ തന്ന് വെരിഫൈ ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 3 കോടി ജനങ്ങളിൽ വെറും 1000 പേരെ സംഘടിപ്പിക്കുന്ന ഒരു മീറ്റിംഗ് അത്. എന്നിട്ട് എന്നെപ്പോലെ ഒരാൾ വന്നപ്പം നിങ്ങൾ ഇത്രയും പേടിച്ച് ഈ ഒരു കീറിമുറിക്കൽ ഇവിടെ ചെറുതായിട്ട്, അതായത് നിങ്ങൾ കുറേ മാസങ്ങളായിട്ട് നടന്നു വന്ന സാധനത്തിൽ ഞാനിപ്പോൾ ഇടപെട്ടിട്ട് 1 മാസം പോലും ആയില്ല. ആകെ 10 വീഡിയോ കണ്ട് ചെയ്തു. ആ 10 വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് നിങ്ങളിങ്ങനെ കട്ടയും പടവും മടക്കി പോയി കഴിഞ്ഞാൽ ഈ നാട്ടുകാർ പറയത്തില്ലേ ഇതിനകത്ത് എന്തോ ഉടായ്പുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. മാത്രമല്ല, നിങ്ങളുടെ പ്രൈവറ്റ് മീറ്റിംഗ് നടക്കുന്ന ആളുകളുടെ ആ അത്ഭുത രോഗശാന്തിയുടെ കഥയൊക്കെ ഒന്ന് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റീച്ച് കിട്ടത്തില്ലേ? നമുക്ക് നമ്മുടെ ഇപ്പം ആലപ്പുഴയിലുണ്ട്, എൻ്റെ നാട് ആലപ്പുഴയാണ്. ആലപ്പുഴയിലുണ്ട് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരത്തുണ്ട്, കോട്ടയത്തുണ്ട്, എറണാകുളത്തുണ്ട്. അതിൽ കോട്ടയമൊക്കെ നല്ല ഫേമസ് മെഡിക്കൽ കോളേജാണ്. തിരുവനന്തപുരം, പിന്നെ RCC, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഹോസ്പിറ്റലുകളുണ്ട്. അതൊക്കെ മാറ്റണം. അതൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. ഇതുപോലത്തെയുള്ള പരിപാടിയൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് മിറാക്കിളിലൂടെ നമ്മുടെ രോഗങ്ങളൊക്കെ മാറുകയാണ്. അപ്പോൾ പിന്നെ മാറും. പിന്നെ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ പരോക്ഷമായിട്ട് പരാമർശിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ മരുന്ന് മാഫിയകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ആരാണ് മരുന്ന് മാഫിയ? മെൻ്റൽ മാഫിയക്കെതിരെ ഇറങ്ങിയേക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് ഞാൻ. മെൻ്റൽ മാഫിയ എന്ന് പറയുന്നത് മാനസികമായ അടിമകളെ ഉണ്ടാക്കുക എന്നൊരു ടാർഗറ്റാണ് നിങ്ങളുടെ മുന്നിലെന്ന് കണ്ടപ്പോൾ ആദ്യമേ ഞാൻ വളരെ മാന്യമായിട്ട് വന്ന് നിങ്ങളുടെ മീറ്റിങ്ങിൽ പങ്കെടുത്ത് നിങ്ങളോട് സംസാരിക്കാവുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ അന്നത്തെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂടെ വെച്ച് അളന്ന് കുറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ സൈഡിൽ നിന്നൊക്കെ ഭയങ്കര ഈഗോ, നിങ്ങളുടെ ഈ അന്തം ആയിട്ട് നിങ്ങളെ വിശ്വസിച്ചിരിക്കുന്ന അവരുടെ സൈഡിൽ നിന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര ഈഗോയാണ്. അപ്പോൾ അതെനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ 1 by 1 വെരിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് നോക്കിയത്. അപ്പോഴല്ലേ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളൊക്കെ ലോകത്തോടെ എനിക്ക് വിളിച്ചു പറയേണ്ടി വന്നത്. അതിനിയും പറയും. അതിനിപ്പോൾ ഈ പറഞ്ഞ പോലെ 3 കോടി ജനങ്ങളിൽ നിങ്ങൾക്ക് 1000 പേരെ ഉണ്ടാക്കാമെങ്കിൽ ആ 1000 പേരിൽ നിന്ന് 5 പേരെ ഉണ്ടാക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടോ? എൻ്റെ ആളുകൾ നിങ്ങളുടെ മീറ്റിങ്ങിൽ വരും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ID പ്രൂഫ് തരും, അവർ വേണം നിങ്ങൾ ചോദിച്ചാൽ 1 ലക്ഷം രൂപയും തരും, നിങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ പൈസയും തരും. എന്താ ചെയ്തുകൂടെ? ഒരു കള്ളനെ പിടിക്കാൻ കള്ളനെ പോലെ ചിന്തിക്കണമെന്നാ
അപ്പോൾ നിങ്ങളിത് വലിയ സെക്യൂരിറ്റിയാണ്, മറ്റേതാണ്, മറിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആളുകളെ വെച്ചൂടെ? അവരെനിക്ക് ആക്സസ് തരാതിരിക്കുമോ? അവരുടെ പേരും ഡീറ്റെയിൽസും അവരുടെ ഫോൺ നമ്പറിൽ വരുന്ന ലിങ്ക് എനിക്ക് അവർ അയച്ചു തരാതിരിക്കുമോ? നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ടെക്നോളജിയെ കുറിച്ച്? നിങ്ങൾക്ക് എന്താ അറിയാവുന്ന? നിങ്ങളുടെ ഒരു AI ഒരു ചെറിയ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ് AI ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ടെക്നോളജി അതിലും വലുതാണെന്ന്. എന്നിട്ട് ആ ടെക്നോളജി, അത്രയും വലിയ ടെക്നോളജി ഉള്ളവർ എന്തിനാ ഈ സൂമൊക്കെ ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് ഡയറക്റ്റ് ആകാശത്തുനിന്ന് ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്തൂടെ? മാത്രമല്ല ഇനിയിപ്പോൾ വിദേശികളെ കൊണ്ടുവരാൻ പോകുന്നത്. എന്നിട്ട് ഏത് ഭാഷ സംസാരിക്കുക അവർക്ക്? ഞാൻ കുറച്ച് ഉത്തരേന്ത്യൻസിനെ തന്നാൽ പോലും അവരോട് കൃത്യമായിട്ട്, അതായത് ബംഗ്ല എന്ന് പറയുന്ന ഭാഷ നിങ്ങൾക്കറിയാമോ? ബംഗ്ല ഭാഷ അറിയാമോ? ഈ മലയാളികളെ പൊട്ടന്മാരാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പല ആവർത്തി ആ മീറ്റിങ്ങിൽ പറയുന്നത് കേട്ടു. മലയാളികൾ പൊട്ടന്മാരാണെന്ന്. മലയാളികൾ പൊട്ടന്മാരൊന്നുമല്ല, മലയാളികൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്. ആ മലയാളികളിൽ ഒരുത്തനാണ് ഞാനും. ഞാൻ എൻ്റെ ഇൻ്റലിജൻസും അതുപോലെ തന്നെ എൻ്റെ ബുദ്ധിശക്തിയൊന്നും ഒരുത്തൻ്റെ കാലിൽ കീഴിക്കൊണ്ട് അടിയറവെക്കത്തൊന്നുമില്ല. പിന്നെ മാനസികമായ പ്രയാസങ്ങൾ നേരിടുന്ന, അവരുടെ മനസ്സിൻ്റെ ദൗർബല്യങ്ങളെ മുതലാക്കുന്ന നിങ്ങളെപ്പോലുള്ളവരുടെ മുന്നിൽ അത്തരം ദൗർബല്യങ്ങളുള്ള ആളുകൾ ചിലപ്പോൾ ഒന്ന് വീണ് പോയേക്കാം. അത് അവരുടെ സാഹചര്യമോ, പാവങ്ങളാണ്. അവർ പൊട്ടന്മാരല്ല, അവർ പാവങ്ങളാണ്. അല്ലാതെ മലയാളികൾ മൊത്തത്തിൽ പൊട്ടന്മാരാണെന്നൊന്നും പറഞ്ഞ് അധിക്ഷേപിക്കരുത് കേട്ടോ. ഞാനത് കേട്ടതാ. ഞാൻ ആ ലൈവ് മീറ്റിങ്ങിൽ ഞാൻ ഇരുന്ന് കേട്ടതാ. മലയാളികൾ മൊത്തത്തിൽ പൊട്ടന്മാരാണെന്ന് നിങ്ങൾ പറയുന്ന വാദം ഞാൻ കേട്ടതാ. അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ വീഡിയോയും കൂടെ. അത് നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസ് ഒക്കെ ആയിരിക്കും. പക്ഷേ ഒരു പ്രൈവറ്റ് സ്പേസ് ഇപ്പോൾ വീട്ടിൽ നിന്നുകൊണ്ട് നാട്ടുകാരെ മുഴുവൻ തെറി വിളിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ ചുമ്മാ ഇരിക്കത്തൊന്നുമില്ല. ഒരുത്തൻ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നുണ്ടല്ലോ തെറി വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാര്യം എന്താ വെച്ചാൽ നാട്ടുകാരെ തെറി വിളിച്ചു കഴിഞ്ഞാൽ വകുപ്പ് മാറും. അപ്പോൾ അവിടെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്ന ആളുകളുടെ ഇടയിൽ നിങ്ങളുടെ ഇൻവിറ്റേഷൻ കിട്ടി തന്നെയാണ് ഞാനും വന്നത്. മറ്റുള്ളവർ വന്നേക്കുന്നത് അങ്ങനെ തന്നെ. അങ്ങനെ എത്രയോ പേര് ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ പറയുന്ന മലയാളികളൊക്കെ പൊട്ടന്മാരാണ്. അപ്പോൾ എന്തായാലും 1-ാം തീയതി തൊട്ട് നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തും മറ്റേ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തൊക്കെ കയറണമെങ്കിൽ ഇനി പാസ്പോർട്ടും വിസയും ഒതൻറ്റിക്കേഷനും ക്യൂ ഫാക്ടർ വെരിഫിക്കേഷനും ഒക്കെ വേണമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നതെന്ന് ആളുകൾക്കൊക്കെ മനസ്സിലാവും. ഇത്രയും നാൾ അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് നടത്തുക. നിങ്ങളുടെ ഈ രോഗശാന്തിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പണായിട്ട് നടത്തുക. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിച്ച് പറയുന്നത്, നിങ്ങൾ ഓപ്പണായിട്ട് ഈ പ്രോഗ്രാം നടത്തുക. എന്നിട്ട് അവരുടെ റിവ്യൂ വെക്കാൻ വേണ്ടി യൂട്യൂബിലോട്ടൊക്കെ ഇടും. ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ ഈ മെഡിക്കൽ കോളേജൊക്കെ പൂട്ടാൻ വേണ്ടി നമുക്ക് നിവേദനമൊക്കെ കൊടുക്കാം. ഒന്നിച്ചു പോവാം, ഞാനും വരാൻ കൂടെ. ഇവിടുത്തെ മെഡിക്കൽ സയൻസും ഡോക്ടർമാരെയൊക്കെ പറഞ്ഞുവിടാം. മരുന്ന് മാഫിയ, മരുന്ന് കമ്പനികൾ കംപ്ലീറ്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാം. എന്നിട്ട് അതിൻ്റെ അകത്തൊരു തള്ളു, മരുന്ന് മാഫിയയുടെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന്. എന്തോന്നിട ഇതൊക്കെ? എന്തോന്ന്? ഒരസുഖം വരുമ്പോഴല്ലേ മരുന്നിനെ കുറിച്ച് സംസാരിക്കുന്നുള്ളൂ. അസുഖം വരുന്നവനല്ലേ മരുന്ന് മേടിക്കുന്നുള്ളൂ, അല്ലേ? ഒരു പാരാസിറ്റമോളിൽ കൂടുതലൊന്നും ഗുളിക കഴിക്കാത്ത ആളുകളാണ് ഞങ്ങൾ ഒരുപാട് മനുഷ്യർ. പിന്നെ മാരകമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് മരുന്ന് ചിലപ്പോൾ കഴിച്ചേ പറ്റൂ. മരുന്നില്ലെങ്കിൽ ചിലപ്പോൾ മനുഷ്യൻ ഇന്നീ കാണുന്ന മനുഷ്യരൊക്കെയും പല പല മരുന്നുകളും കണ്ടുപിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന സ്പീഷീസ് സർവൈവ് ചെയ്തത്. അല്ലെ മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു സ്പീഷീസും കംപ്ലീറ്റ് ആയിട്ട് ഭൂമിയിൽ നിന്ന് വാഷ് ഔട്ടായി പോയതന്നെയായിരുന്നു. അന്വേഷിക്കുകയും കണ്ടെത്തുകയും യുക്തി ഉപയോഗിക്കുകയും പല കാര്യങ്ങളും ചിന്തിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളൊക്കെ ഇന്നിപ്പം മലമ്പനി ഇല്ല, 5-ാം പനി ഇല്ല, മലേറിയ ഇല്ല, ഡയേറിയ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ മാറി ഇരിക്കുന്നത്. ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടാ, ഒരുപാട് പേര് പല മരുന്നുകളും കണ്ടുപിടിച്ചിട്ടാ. അവരെ മരുന്ന് മാഫിയകളൊക്കെ ഉണ്ടാകുമായിരിക്കും, അത് നമ്മളുടെ പാർട്ടല്ല. അസുഖങ്ങളൊക്കെ വരും, അതിന് ചികിത്സകൾ ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ മിറാക്കിൾ വർക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാലേ ഹാർട്ടിൽ ബ്ലോക്ക് വന്നവൻ ബൈപ്പാസ് സർജറി ചെയ്തില്ല ചത്തു പോകുമെന്ന് പറഞ്ഞാലേ അവൻ ബൈപ്പാസ് സർജറി ചെയ്യാൻ പോയി ചികിത്സിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും മിഷൻ സക്സസ്. 1-ാം തീയതി മുതൽ ഈ പരിപാടിയിലോട്ടൊക്കെ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് സൈസ് 5 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ വാപ്പാടെ പേര്, ഉമ്മാടെ പേര്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം പങ്കെടുക്കാൻ. കാരണം അത്രയും കോൺഫിഡൻഷ്യലാണ്. നിങ്ങളതും കൺസെൻറ്റൊക്കെ കൊടുക്കണം. ഞാൻ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് ഇതുമൂലം എനിക്ക് എന്തുണ്ടായാലും എന്ത് സംഭവിച്ചാലും അതെൻ്റെ മാത്രം ഉത്തരവാദിത്തത്തിൽപ്പെട്ടതായിരിക്കും. കൺസെൻറ്റ് എന്ന് പറയുമ്പോൾ അതാണല്ലോ, ഏതാ സമ്മതപത്രം എന്നാണ് ഈ കൺസെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ചുരുക്കരൂപം. അങ്ങനെ കൺസെൻറ്റൊക്കെ കൊടുക്കണം. ഇതിൽ കയറി എനിക്ക് എന്ത് പറ്റിയാലും ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കാണ് എന്ന് ഞാൻ ഇതിനാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്നു. എന്താ ഫോം വരുന്നതെന്നൊന്ന് കാണട്ടെ. ഫോം വരുന്നത് എന്താണെന്ന് കണ്ടിട്ട് വേണം നാളെ അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും 3 കോടി ജനങ്ങളിൽ നിന്ന് 1000 പേരെ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ 1000 പേരിൽ നിന്ന് ഒരു 2 പേരെങ്കിലും എനിക്ക് കിട്ടും. விடமாட்டே உன்னை நான் விடமாட்டே. ஏன்னா இது ஏன் பிரச்சனை மட்டும் கிடையாது தம்பி, இது இந்த ஃபுல்லாக இருக்கிற நாட்டோட பிரச்சனை.
அதுன்னு நானே வரேன். அப்போ பார்க்கலாமா? இன்னும் பார்க்கலாமா?